പറയുന്ന സത്യമായിരിക്കും. ഡോക്ടറോടും അഡ്വക്കേറ്റിനോടും കള്ളം പറയരുതെന്ന് പറയുന്ന പോലെ ഈ വേസ്റ്റ് മാനേജറോടും കള്ളം പറയാൻ പാടില്ല. തീ കൊടുക്കുക. പെട്രോൾ, ഡീസലും, മണ്ണെണ്ണ ഇവയൊന്നും ഒഴിക്കാൻ പാടില്ല. കുപ്പി, ഗ്ലാസ്, പൊട്ടുന്ന ബാറ്ററി അങ്ങനത്തെ സാധനങ്ങൾ ഇടാൻ പാടില്ല. അല്ലാത്ത സാധനങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ 3 മിനിറ്റ് കൊണ്ട് ഇത് അടച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ 3 മിനിറ്റ് കൊണ്ട് കത്തിച്ചാരമായിട്ട് താഴെ വരും. പ്ലാസ്റ്റിക് ഒഴികെയുള്ള ഏത് സാധനം കത്തിച്ചാലും പ്രകൃതിക്ക് ദോഷമല്ല. ഇന്ത്യൻ സംസ്കാരം അനുസരിച്ചിട്ട് മനുഷ്യരെ കത്തിക്കുകയാണ് ചെയ്യുന്നത്. ഇതിന്റെ ഉള്ളിൽ വേസ്റ്റ് വെക്കുമ്പോൾ നമ്മൾ കൈ ഇട്ടിട്ടും തള്ളി വെക്കേണ്ട കാര്യമില്ല. ഇത് വെച്ചിട്ട് വേസ്റ്റ് വെച്ചിട്ട് കത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഇടണമെന്നുണ്ടെങ്കിൽ ഇത് വെച്ചിട്ട് തള്ളി കൊടുക്കാം. അഡ്വാൻസ് ആയിട്ട് എല്ലാ കാര്യങ്ങളും ചിന്തിക്കണം. ഒരു കാര്യം മാത്രമല്ല, സമയ ലാഭം, സ്ഥലപരിമിതി, ഇതെല്ലാം വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഹായ്, ഹലോ, നമസ്കാരം. സേഫ് ഗാർഡ് എന്റർടൈൻമെന്റ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. വേസ്റ്റ് മാനേജ്മെന്റ് ഒരു കീറാമുട്ടിയായിട്ട് നിൽക്കുന്ന ഒരു സമയത്താണ്, ഒരു കാലത്താണ് നമ്മളൊക്കെ ജീവിച്ചു പോരുന്നത്, അല്ലെ? അത് പരിഹരിക്കാൻ പറ്റിയ ഏറ്റവും നൂതനമായ എളുപ്പമായ ഒരു മാർഗത്തെ കുറിച്ചാണ് ഇന്ന് ഈ വീഡിയോ. സോ എല്ലാവരും കാണാൻ വരിക. മാനേജ്മെന്റ് വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാലത്താണ് ഇപ്പൊ നമ്മൾ. എങ്ങനെയാണ് ഈ ഒരു പ്രോഡക്റ്റിലേക്ക് എത്തിയത്? അതായത് ഇത് ഞാൻ കമ്പനി തുടങ്ങിയത് 30 വർഷം മുമ്പാണ്. അന്ന് മുതലേ നമ്മുടെ നാട്ടിലെ വേസ്റ്റിനെ പറ്റി ആൾക്കാരോട് നമ്മൾ പറയുന്നുണ്ട്. വേസ്റ്റ് മാനേജ്മെന്റ് ആണ് എങ്ങനെയാണ് നമ്മുടെ ആൾക്കാർക്ക് ഇപ്പോഴും അറിയാത്തൊരു അവസ്ഥയിലാണ് നിൽക്കുന്നത്. അപ്പൊ ഈ ചെറിയൊരു ഇൻസിനേറ്ററിലോട്ട് എത്താൻ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയൊരു സ്ഥല പരിമിതിയിലാണ് ആൾക്കാർ ജീവിക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് നമ്മുടെ ഇൻസിനേറ്റർ വേറൊരു പ്രത്യേകത എന്നുണ്ടെങ്കിൽ വെറ്റ് വേസ്റ്റും ഡ്രൈ വേസ്റ്റും രണ്ടും ഒരേ സമയത്ത് കത്തിക്കാവുന്ന ഇൻസിനേറ്ററാണ്. അതായത് ഇതിന്റെ മേളിലെ ക്യാബിനിൽ ഡ്രൈ വേസ്റ്റ് ഉപയോഗിക്കാം. ഡ്രൈ വേസ്റ്റ് മുകളിലെ ക്യാബിനിൽ, താഴെയുള്ള ക്യാബിനിൽ വെറ്റ് വേസ്റ്റ് താഴെയുള്ള ക്യാബിനിൽ. അപ്പൊ ഈ വെറ്റ് വേസ്റ്റ് മീൻസ് ഡയപ്പർ, ഫുഡ് വേസ്റ്റ്, ഇതെല്ലാം ന്യൂസ് പേപ്പറിൽ പൊഞ്ഞിന്റെ ഉള്ളിൽ വെക്കുക. ആ സാധനങ്ങളെല്ലാം ഇതിന്റെ അകത്ത് ഡൺ ചെയ്യാം. അപ്പൊ ഇതിന്റെ ഉള്ളിലേക്ക് വെക്കുക. എന്നിട്ട് ഇത് അടച്ചു വെക്കുക. ഈ താഴെയുള്ള ഉള്ളിൽ ഡ്രൈ വേസ്റ്റ് ഇതിനകത്ത് ഇട്ടിട്ടും തീ കൊടുക്കുക. പെട്രോൾ, ഡീസലും, മണ്ണെണ്ണ ഇവയൊന്നും ഒഴിക്കാൻ പാടില്ല. കുപ്പി, ഗ്ലാസ്, പൊട്ടുന്ന ബാറ്ററി അങ്ങനത്തെ സാധനങ്ങൾ ഇടാൻ പാടില്ല. അല്ലാത്ത സാധനങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ 3 മിനിറ്റ് കൊണ്ട് ഇത് അടച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ 3 മിനിറ്റ് കൊണ്ട് കത്തിച്ചാരമായിട്ട് താഴെ വരും. ഇതിനകത്ത് 2 കപ്പ് മിനിമം 2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് വേണം കത്തിക്കാൻ. കാരണം ഇൻ കേസ് ഉരുകുന്ന സാധനങ്ങൾ എന്തെങ്കിലും പെട്ടുപോയാൽ തന്നെ അത് ഡ്രോപ്പ് ചെയ്ത് അതിനകത്തൊരു വീഴും, തീപിടുത്തം ഉണ്ടാകില്ല. ഇത് ആർക്കും ഉപയോഗിക്കാവുന്ന വിധത്തിലൊരു ഡിസൈൻ ഉണ്ടാക്കുന്നത്. സാധാരണക്കാരിൽ എത്താൻ വേണ്ടിയിട്ടാണ് ചെറിയൊരു സൈസ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഈ നാട്ടിൽ സ്ഥലപരിമിതി വരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അതുകൊണ്ടാണ് ചെറിയൊരു ഡിസൈനിൽ നമ്മൾ എത്തിക്കുന്നത്. അതായത് ഇത് 15 കിലോ വീട്ടിലേക്ക് കൊടുക്കുന്നത്. പിന്നെ ചെറിയൊരു ഹോസ്റ്റല അല്ലെങ്കിൽ ഒരു 5-6 ഫാമിലിയൊക്കെ ഉണ്ടെങ്കിൽ 40 കിലോ വെക്കാം. പിന്നെ അത് കഴിഞ്ഞ ഒരു 70 kg വെക്കാം. പിന്നെ ചെറിയൊരു അപ്പാർട്ട്മെന്റുകളിൽ 100 kg വെക്കാം. റെസ്റ്റോറന്റുകൾക്ക് പിന്നെ അതേപോലെ തന്നെ വേസ്റ്റ് കൂടുതലുള്ള സ്ഥലത്ത് 200 kg വെക്കാം. ഇതെല്ലാം ഫാക്ടറീസിനും കമ്പനികൾക്കും ആവശ്യമുള്ളതാണ്. അപ്പൊ എല്ലാത്തിനും ഓരോ കസ്റ്റമറിന്റെ ആവശ്യപ്രകാരം അവരുടെ വേസ്റ്റിനെ കുറിച്ച് പഠിച്ചിട്ട് മാത്രമാണ് നമ്മൾ ഇൻസിനേറ്റർ ഉണ്ടാക്കി കൊടുക്കുന്നത്. കസ്റ്റമൈസ്ഡ്, വി ആർ മാനുഫാക്ചറിങ് കസ്റ്റമൈസ്ഡ്. അപ്പൊ ഇതിന്റെ എല്ലാത്തിന്റെ സൈസുകളും മെറ്റീരിയലുകളും എല്ലാം ഡിഫറെന്റ് ആയിരിക്കും. പറയുന്ന സത്യമായിരിക്കും. ഡോക്ടറോടും അഡ്വക്കേറ്റിനോടും കള്ളം പറയരുതെന്ന് പറയുന്ന പോലെ ഈ വേസ്റ്റ് മാനേജറോടും കള്ളം പറയാൻ പാടില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കത്തുന്ന സാധനമാണ്, തീയാണ്. തീ സത്യമുള്ള സാധനമാണ്. അറിഞ്ഞിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. വീട്ടിൽ വെക്കുകയാണെങ്കിൽ 2.5 മീറ്റർ ചിമ്മിനി ഉണ്ടാവും. ഇതിന്റെ ഉള്ളിലും ഫയർ കിറ്റ് ലൈനിങ് ഉണ്ടാവും. ഇതിന്റെ ഉള്ളില് അപ്പൊ ഫയർ കിറ്റിന്റെ ലൈനിങ് ഉണ്ടാവും. ഇത് അപ്പൊ അതുകൊണ്ട് ഇത് ഡാമേജ് വരില്ല. പിന്നെ ചിമ്മിനി എത്രയോ എക്സ്റ്റെൻഡ് ചെയ്യുന്നതോ അത് നമ്മൾ സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ ചിമ്മിനി കൊടുക്കും. 13 മീറ്റർ വേണമെങ്കിൽ 13 മീറ്റർ കൊടുക്കും. അപ്പൊ ഓരോ ഏരിയ നോക്കിയിട്ടാണ് സ്ഥലം പരിമിതി, ഇത് ആൾക്കാർക്ക് ഉപദ്രവം ഇല്ലാത്ത രീതിയിലാണ് നമ്മൾ ചിന്തിക്കുന്നത്. ആർക്കും ഇതുകൊണ്ട് ഉപയോഗമുണ്ട്. ഇതിന്റെ കത്തിക്കുമ്പോൾ സ്മെല്ലോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും വരില്ല. പിന്നെ സ്മോക്ക് ഉണ്ടാകുന്നതെന്നുണ്ടെങ്കിൽ വൈറ്റ് സ്മോക്കാണ് ആദ്യം ഉണ്ടാകുന്നത്. കാരണം എനിക്ക് വാട്ടർ കണ്ടന്റ് ഒബ്സോർവ് ചെയ്യുന്നതാണ് ആ വൈറ്റ് സ്മോക്ക്. പണ്ട് കാലങ്ങളിൽ നമ്മുടെ കാരണന്മാർ ചപ്പ് ചവറൊക്കെ ഇട്ട് കത്തിക്കുമായിരുന്നു. അപ്പൊ ചെറിയ ചെറിയ ക്ഷുദ്രജീവികൾ, അതായത് പ്രാണികളൊക്കെ താഴ്ത്തി വിടും. അപ്പൊ അന്തരീക്ഷത്തിൽ അപകടം ഒന്നും ഇല്ലാത്ത രീതിയിൽ
അതായത് വായുവിന് കുഴപ്പമില്ലാത്ത രീതിയിലാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ നമ്മൾ പഠിച്ചേക്കുന്ന ഒരു ശാസ്ത്രം എന്ന് പറഞ്ഞെങ്കിൽ മരങ്ങൾ ഇല ഒഴിക്കും. മരങ്ങൾ ഇല ഒഴിക്കുന്നുണ്ടെങ്കിൽ ആ ഇല അടിച്ചു വാരിട്ട് തീ കൊടുക്കും. മരത്തിന് ശ്വസിക്കാൻ കാർബൺ ഡൈ ഓക്സൈഡ് വേണം. പ്ലാസ്റ്റിക് ഒഴികെയുള്ള ഏത് സാധനം കത്തിച്ചാലും പ്രകൃതിക്ക് ദോഷമല്ല. ഇന്ത്യൻ സംസ്കാരം അനുസരിച്ചിട്ട് മനുഷ്യരെ കത്തിക്കുകയാണ് ചെയ്യുന്നത്. അതാണ് വെരി ഇമ്പോർട്ടന്റ്. അപ്പൊ നമ്മളുടെ ഇന്ത്യക്ക് ചേരുന്ന വിധത്തില് നമ്മുടെ സംസ്കാരത്തിന് ചേരുന്ന രീതിയിലുള്ള ഒരു ഇൻസിനേറ്ററാണ് ഞാൻ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതെ അതെ വരുന്നത് എനിക്ക് തോന്നുന്നു 3 പാർട്ടായിട്ടാണ്. അതെ, ചിമ്മിനി വേറെ. ഇപ്പം ആളുടെ വീട്ടിലാണെങ്കിൽ അല്ലെങ്കിൽ മറ്റുള്ള സ്ഥലങ്ങളും റിക്വയർമെന്റ്സ് അനുസരിച്ചിട്ട് നിങ്ങൾ ഇത് എങ്ങനെയാണ് ഡെലിവറി ചെയ്യുന്നത്? അതായത് ഞങ്ങൾ തന്നെ നമ്മളുടെ സ്റ്റാഫ് ഉണ്ട്, നമ്മൾ തന്നെ കൊണ്ടുപോയിട്ട് വെഹിക്കിളിൽ നമ്മൾ വണ്ടിയിൽ കൊണ്ടുപോയിട്ട് നമ്മൾ ട്രെയിനിൽ ഫിറ്റ് ചെയ്യണമെങ്കിൽ ട്രെയിൻ കൊണ്ടുപോയിട്ട് നമ്മൾ ഫിറ്റ് ചെയ്ത് കൊടുക്കും. അപ്പൊ എല്ലാം ഡെമോ കാണിച്ചു കൊടുക്കും. കത്തിച്ചിട്ട് ഫിറ്റ് ചെയ്തിട്ട് അവരെ പഠിപ്പിച്ചിട്ട് നമ്മൾ അവിടെ നിന്ന് പോരാറുണ്ട്. പിന്നെ അതിന്റെ ഇൻസ്ട്രക്ഷൻ സ്റ്റിക്കർ ഉണ്ട്, എന്തെല്ലാം ചെയ്യണമെന്നുള്ളത്. അത് വെരി ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അവർക്ക് അതും കൊടുക്കും. അത് ഒട്ടിച്ചു കൊടുത്തിട്ട് അവരോ അതേപോലെ തന്നെ ചെയ്യാനെന്ന് നമ്മൾ പറയും. ലൈഫ് ലോങ് മിനിമം 5 years ആണ് ഇതിൽ പറയുന്നത്. 20 years വർക്ക് ചെയ്യുന്ന ഇൻസിനേറ്ററുകളും ഉണ്ട്. അതായത് ഇതിന്റെ സർവീസ് വെരി ഇമ്പോർട്ടന്റ് ആണ്. ആൾക്കാർ സർവീസ് ചാർജ് നോക്കിയിട്ട് സർവീസ് ചെയ്തേക്കാം. നമുക്ക് കാറ് മേടിച്ച സർവീസ് ചെയ്യും. എന്നാൽ ഇൻസിനേറ്ററിന് സർവീസ് ചെയ്യണം. കുറെ നാളെയാകുമ്പോൾ ഇതിന്റെ ഉള്ളിൽ കരികേരി അടയും. കരികേരി അടഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഇത് കത്തൂല. അതായത് ഇപ്പൊ വേസ്റ്റ് കൂടുതലുണ്ടെങ്കിൽ ഒരു 6 months, വീടുകൾക്കാണെങ്കിൽ 1 year സർവീസ് ചെയ്താൽ മതി. ഇമ്പോർട്ടന്റ് ആയിട്ട് ഈ ജോയിന്റുകളിലൊക്കെ എണ്ണ ഇട്ട് കൊടുക്കണം, ഫ്രീ ആകാൻ വേണ്ടിയിട്ട്. അതാണ് ഞാൻ ശ്രദ്ധിക്കുന്നത്. പിന്നെ ഇതിന്റെ ഉള്ളിൽ വേസ്റ്റ് വെക്കുമ്പോൾ നമ്മൾ കൈ ഇട്ടിട്ടും തള്ളി വെക്കേണ്ട കാര്യമില്ല. ഇത് വെച്ചിട്ട് വേസ്റ്റ് വെച്ചിട്ട് കത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഇടണമെന്നുണ്ടെങ്കിൽ ഇത് വെച്ചിട്ട് തള്ളി കൊടുക്കാം. ഇത് വെച്ച് തള്ളി കൊടുത്ത് ഇത് ക്ലീൻ ചെയ്യാൻ പറ്റും. പിന്നെ വേറെ കഴിഞ്ഞതിന്റെ അകത്ത് ആഷ് ഉണ്ടെങ്കിൽ നമ്മളിങ്ങനെ ഉള്ളി മുട്ടിയാല് താഴേക്ക് വന്നോളൂ. പിന്നെ ചെയ്യേണ്ടത് ഇതിന്റെ അകത്ത് സാധനം ഉണ്ടെങ്കിൽ ഇങ്ങനെ കാണിച്ചിട്ടുണ്ടെങ്കിൽ അതും താനെ താഴത്തേക്ക് വരും. എന്നിട്ട് ഈ സാധനം എടുത്തിട്ട് കളഞ്ഞിട്ട് വീണ്ടും ക്ലോസ് ചെയ്തിട്ട് വീണ്ടും നമുക്ക് കത്തിക്കാം. ഇതാണ് ഇതിൻ്റെ അകത്തുള്ള പ്രത്യേകത. മാനേജ്മെന്റ് ഈസി ആയിട്ട് മാനേജ് ചെയ്യാൻ പറ്റും. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ആർക്ക് വേണമെങ്കിലും ഇത് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റണം. പിന്നെ ഇതെല്ലാം നമ്മൾ ഇങ്ങനെ തന്നെയാണ് അവിടെ കൊണ്ട് ഫിറ്റ് ചെയ്യണത്. അതായത് നമ്മൾ വെക്കുന്ന തന്നെ സ്ഥലത്ത് അവർക്ക് കസ്റ്റമറിന് യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാത്ത രീതിയിലാണ് നമ്മൾ ചിന്തിച്ചു വെച്ചിരിക്കുന്നത്. അവരുടെ ആവശ്യത്തിന് പെട്ടെന്ന് ഫിറ്റ് ചെയ്ത് പോരണം. പിന്നെ എവിടെ നിന്നെങ്കിലും ഇനി കുറെ ആളെ കഴിയുമ്പോൾ നമുക്ക് ഷിഫ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നട്ട് ബോൾട്ട് ഊരിയ എവിടെ വേണമെങ്കിൽ ഷിഫ്റ്റ് ചെയ്ത് കൊണ്ടുപോകാം. അതെ അതെ അതെ. അതായത് കാരണം എന്താണെങ്കിൽ നമ്മള് ഇപ്പൊ മാം പറയുന്ന പോലെ മാമിന്റെ ആവശ്യം എന്താണ് കേട്ടിട്ടാണ് നമ്മൾ സാധനം ഉണ്ടാക്കുന്നത്. അല്ലാതെ ഈ സാധനം കൊണ്ടുപോകുമെന്ന് പറയില്ല. കാരണം എന്താണെങ്കിൽ ആവശ്യക്കാരന്റെ ആവശ്യം അനുസരിച്ചിട്ട് നമ്മൾ ചിന്തിക്കുക. ഈ നാട്ടിലെ അഡ്വാൻസ് ആയിട്ട് നമ്മൾ ചിന്തിക്കുന്ന കാര്യം, നമ്മൾ അഡ്വാൻസ് ആയിട്ട് എല്ലാ കാര്യങ്ങളും ചിന്തിക്കണം. ഒരു കാര്യം മാത്രമല്ല, സമയ ലാഭം, സ്ഥലപരിമിതി, ഇതെല്ലാം വെരി ഇമ്പോർട്ടന്റ് ആണ്. അതാണ് എന്റെ കൺസെപ്റ്റ്. ഈ പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് ഗുണങ്ങളുള്ള ഒരു മെഷീനാണ്. പ്രത്യേകിച്ച് ഈ വേസ്റ്റ് മാനേജ്മെന്റ് അതിദുർഘടമായിട്ടുള്ള ഒരു ഈ സാഹചര്യത്തിൽ ഏറ്റവും ഈസി ആയിട്ട് നമുക്ക് വേസ്റ്റ് ബേൺ ചെയ്യാനുള്ള ഒരു മെഷീനാണ് ഈ കാണുന്നത്. ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് യൂട്യൂബ് ചാനൽ കാണുക. അതിന്റെ താഴെ ഞങ്ങൾ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്. സോ പ്ലീസ് ഗോ ആൻഡ്